ഹലോ. ഇന്നിപ്പോൾ രാവിലെ എണീറ്റ് വരുമ്പോൾ തന്നെ ഇന്നലെ രാത്രി ചെയ്ത് വെച്ചിട്ടുള്ള പണി കംപ്ലീറ്റ് ആക്കാനുള്ള പുറപ്പാടിലാണ് ഞാൻ. രാത്രി കിടക്കുന്നതിന് മുന്നായിട്ട് ഫ്രിഡ്ജിൽ 2 ട്രേ എടുത്തിട്ട് ഒന്ന് ക്ലീൻ ചെയ്ത് വെള്ളമൊക്കെ ഒന്ന് വാർത്തി കളഞ്ഞിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നല്ല ഡ്രൈ ആയിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് തിരിച്ച് ഫ്രിഡ്ജിലോട്ട് വെക്കാം. അപ്പോൾ ചെയ്ത കൂട്ടത്തിൽ തന്നെ ഓവൻ്റെ ട്രേയും കൂടെ ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ രാത്രി കിടക്കുന്നതിന് തൊട്ട് മുന്നേ ചെയ്ത പണിയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ പണികളെല്ലാം കഴിഞ്ഞ് വർക്ക് ഏരിയയൊക്കെ ക്ലോസ് ചെയ്ത് കയറിയ ശേഷം ഞാൻ നമ്മുടെ ഉള്ളിൽ മെയിൻ കിച്ചണിലായിട്ടാണ് ഈ ഒരു ഓവനും ഫ്രിഡ്ജും ഒക്കെ ഇരിക്കുന്നത്. അപ്പോൾ അത് രണ്ടും എടുത്ത് ഒന്ന് ഞാൻ ഇങ്ങനെയാണ് എപ്പോഴും ചെയ്യുന്നത്. ഫ്രിഡ്ജിലുള്ള ട്രേകളെല്ലാം കൂടെ ഒരുമിച്ചെടുത്ത് ക്ലീൻ ചെയ്യാറില്ല. ഒന്നോ രണ്ടോ എണ്ണം എടുത്തതുപോലെ രാത്രി ക്ലീൻ ചെയ്ത് വെച്ചാൽ ഫ്രിഡ്ജിലുള്ള എല്ലാം വരി പുറത്തിടേണ്ട കാര്യമില്ല കേട്ടോ. അപ്പോൾ ഈ 2 ടയറുള്ള സാധനങ്ങളും കൂടി ബാക്കിയുള്ളതിലൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇന്ന് രാത്രിയോ അല്ലെങ്കിൽ ഇപ്പോൾ ടൈം ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ചെയ്ത് ഇത് ബാക്കിയുള്ള വെക്കാമെന്ന് കരുതും. അപ്പോൾ ഞാൻ കരുതി ഇപ്പോൾ തന്നെ ബാക്കി 2 ട്രേ ഉണ്ട്, അതും കൂടെ ഒന്ന് ക്ലീൻ ചെയ്യാം. പിന്നെ ഇനി വെജിറ്റബിൾ ട്രേയും ഫ്രൂട്ട്സ് ട്രേ ഒക്കെ ഉണ്ട്. അതൊക്കെ ഓരോ ടൈമായിട്ട് അങ്ങ് ചെയ്യാം. 2-3 ദിവസമായിട്ട് നമുക്കൊന്ന് ക്ലീൻ ചെയ്യാനുള്ളത് കിട്ടും. എപ്പോഴും നമ്മളിങ്ങനെ ഫ്രിഡ്ജിങ്ങനെ അലങ്കോലമായിട്ട് കിടക്കുമല്ലോ. ഫ്രിഡ്ജിൽ നമുക്കറിയാമല്ലോ നമ്മൾ നിങ്ങളെന്താ ചെയ്യുക, എല്ലാം വാരി ബാക്കി വരുന്നത് ഇങ്ങനെ വെച്ചുകൊണ്ടേയിരിക്കും. എന്നാൽ അതൊട്ട് കറക്റ്റ് ടൈമിലെടുത്ത് ഉപയോഗിക്കുകയില്ല. എല്ലാവരും കാര്യം എനിക്കറിയില്ല കേട്ടോ. ഞാനിങ്ങനെയാണ്. ചിലപ്പോഴൊക്കെ ചില ഐറ്റംസൊക്കെ മറന്ന് അവിടെ ഇരുന്നിട്ട് ഫുള്ള് കേടായി പിന്നെ എടുത്ത് കോഴിക്കുട്ടന്മാർക്ക് കൊടുക്കലാണ് കേട്ടോ പതിവ്. അപ്പോൾ ഞാനിപ്പോൾ ഫ്രൂട്ട്സ് ട്രേ കൂടെ എടുത്തിട്ടുണ്ട്, അതും കൂടെ ഒന്ന് ക്ലീൻ ചെയ്യാൻ. ക്ലീൻ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ലിക്വിഡ് ഉപയോഗിച്ച് ക്ലീൻ ചെയ്താൽ നല്ല പളപളാ തിളങ്ങി കിട്ടും. ആ ഒരു ഗ്ലാസ് ട്രേ ഒക്കെ ഉണ്ട്. ഗ്ലാസ് ഓൾറെഡി 2-3 സെറ്റ് ഗ്ലാസ് ട്രേ ആണ്. താഴെ വീണ പൊട്ടുന്ന ടൈപ്പാണ്. ഇത് താഴെ വീണ പൊട്ടുന്ന ടൈപ്പല്ല. അങ്ങനെ അതും കൂടി ഞാനൊന്ന് ക്ലീൻ ചെയ്ത് അവിടെ തന്നെ വെക്കണം. പുറത്ത് വെയിലത്തൊന്നും വെക്കാനായിട്ട് പോകുന്നില്ല. വെള്ളം നന്നായിട്ടൊന്ന് വാർത്ത് കളഞ്ഞാൽ അവിടെ ഇരുന്ന് തന്നെ അങ്ങ് ഡ്രൈ ആയിക്കോളും കേട്ടോ. പിന്നെ ഇവിടെ അങ്ങനെ അധികം ഉപയോഗിക്കുന്ന കിച്ചണല്ലല്ലോ, അപ്പോൾ അതൊക്കെ അവിടെ ഇരുന്ന് അങ്ങ് ഡ്രൈ ആയിക്കോളും. അങ്ങനെ രാവിലത്തെ കിച്ചണിലെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഒരു 10 മണിയായപ്പോഴേ കുറച്ച് മീനും മറ്റുള്ള കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങാൻ വേണ്ടി നമ്മുടെ അടുത്തുള്ള ടൗൺ വരെ ഒന്ന് പോയിട്ട് വന്നു. അപ്പോൾ സത്യം പറഞ്ഞാൽ വെജിറ്റബിൾസ് ഒന്നും ഉണ്ടായിരുന്നില്ല, മീനൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ടാണ് പോയത്. അപ്പോൾ കുറച്ചധികം സമയം എടുത്തിട്ടുണ്ടായിരുന്നു. ഞാനൊരു 9:30 പോയിട്ട് തിരിച്ചു വരുമ്പോൾ 11 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നേ. അങ്ങനെ കുറച്ച് വെജിറ്റബിൾസും പിന്നെ മക്കൾക്ക് വേണ്ട കുറച്ച് ബേക്കറിയിൽ നിന്നുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ മീൻ വാങ്ങാൻ പോകുമ്പോൾ ഞാൻ ഒരാഴ്ചത്തേക്കോ അല്ലെങ്കിൽ 5 ദിവസത്തേക്കൊക്കെ ഒരുമിച്ച് അങ്ങ് മീൻ വാങ്ങിക്കൊണ്ട് വെക്കാറാണ് പതിവ്. എന്നും പോയി മീൻ വാങ്ങൽ അതൊന്നും നടക്കാറില്ല. അങ്ങനെ കുറച്ചധികം മീനും ഒക്കെ വാങ്ങി ഫ്രിഡ്ജൊക്കെ ഓൾറെഡി ക്ലീൻ ചെയ്തതല്ലേ, അപ്പോൾ ഇന്ന് പുതിയ മീനും കാര്യങ്ങളൊക്കെ എല്ലാം ഫ്രിഡ്ജിനുള്ളിലോട്ട് വെക്കാമെന്ന് കരുതി. പിന്നെ പച്ചക്കറി വാങ്ങുമ്പോൾ ഞാനിങ്ങനെ കട്ട് ചെയ്താണ് വാങ്ങിക്കാറുള്ളത്. 100 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഒരു സഞ്ചി നിറയെ നമുക്ക് പച്ചക്കറി കിട്ടും. നമുക്ക് അവിയലോ സാമ്പാറോ എന്താണെന്ന് വെച്ചാൽ വെക്കാൻ ഒരു 2-3 ദിവസത്തേക്ക് ഉണ്ടാവുകയും ചെയ്യും. പിന്നെ കുറച്ച് മീനൊക്കെ അധികം മീനൊക്കെ ഞാൻ വാങ്ങിയെന്ന് പറഞ്ഞല്ലോ. ഞാൻ നല്ല ഫ്രഷ് മീൻ കാണുമ്പോൾ ഇതുപോലെ വാങ്ങിക്കൊണ്ട് വയ്ക്കും. അതൊരു 5 ദിവസമോ 6 ദിവസമോ നമുക്ക് കൂടുതലിരുന്നാലും മീൻ എപ്പോൾ എടുത്ത് വെച്ചാലും നമുക്ക് അങ്ങനെ ഉണക്കൽ ചെവയോ ഒന്നും ഉണ്ടാവില്ല. നല്ല ഫ്രഷ് കറിയായിട്ട് തന്നെ നമുക്ക് കൂട്ടാൻ തോന്നേ. അങ്ങനെ ദേ കുറച്ച് കൊഴിയാള വാങ്ങിയിട്ടുണ്ടായിരുന്നു. കണവ മീനൊക്കെ വാങ്ങിയിട്ടുണ്ട്. കണവ ചെറുതായിട്ട് ഇറങ്ങി തുടങ്ങി കേട്ടോ. കണവ മക്കൾക്ക് നമുക്ക് തോരനോ അല്ലെങ്കിൽ ഫ്രൈ ആക്കി കൊടുക്കാനൊക്കെ കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടമാണ്. എൻ്റെ മക്കൾക്ക് ഒരാളിന് ഇഷ്ടമാണ്, ഒരാളിന് അധികം ഒന്നും ഇഷ്ടമല്ല. എന്നാലും ഞാൻ ഇങ്ങനെ കാണുമ്പോൾ മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ വാങ്ങി വയ്ക്കാറുണ്ട്. ഇതിപ്പോൾ ഒരുപാട് വലിപ്പമുള്ള കണവയല്ല, പക്ഷേ ഇത് നല്ല ഉരുണ്ടിരിക്കും കേട്ടോ. ഇത് തോരൻ വെക്കാനായാലും ഫ്രൈ ചെയ്യാനായാലും ഇത് നല്ല രസമാണ് കേട്ടോ. നമുക്ക് അത്യാവശ്യം ചവച്ച് കഴിക്കാനൊക്കെ ഉണ്ടാവും. പിന്നെ നല്ല നെത്തോലി എടുത്തായിരുന്നു, അത് വാങ്ങി. ഇതെല്ലാം ക്ലീൻ ചെയ്ത് ഞാൻ ഓരോ പാക്കാക്കി ഇങ്ങനെ ഫ്രിഡ്ജിലോട്ട് വെക്കും. പ്രത്യേകിച്ച് പാത്രങ്ങളിലൊന്നും വെക്കാറില്ല. ചെറിയ ചെറിയ പാക്കറ്റുകൾ ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലോട്ടാക്കി മാറ്റി വയ്ക്കും. അപ്പോൾ മോൾ വന്നിട്ടുണ്ടായിരുന്നു. അവൾ ദേ നമ്മുടെ കുട്ടൂസനൊരു മീൻ കൊടുക്കാമെന്ന് കരുതി എടുക്കാൻ വന്നതാണ്. ഞാൻ പറഞ്ഞു നെത്തോലി എന്ന് പറഞ്ഞാൽ എടുത്താൽ മതി, വേറെ ഒന്നും എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു കുഞ്ഞ് നെത്തോലി എടുത്തു. ഞങ്ങൾ 2 പൂച്ചക്കുട്ടികളുണ്ട് കേട്ടോ. ഒരു വലിയ പൂച്ചയുണ്ട്, ഇപ്പോൾ ഒരു ചെറിയ ആളെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അവർക്ക് 2 പേർക്കും ഒരു നെത്തോലി എടുത്തുകൊണ്ട് കൊടുത്തു. ഇതുപോലുള്ള കവറുകളാണ് കേട്ടോ. നമ്മുടെ ചപ്പാത്തി വാങ്ങുന്നതോ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ ചോക്ലേറ്റ് ഒക്കെ വാങ്ങുന്ന വലിയ കവറുകളില്ലേ, അതൊക്കെ ഇങ്ങനെ എടുത്ത് സൂക്ഷിച്ച് വെച്ചിരുന്നാൽ നമ്മൾ കഴുകി അത് നമുക്ക് വീണ്ടും വീണ്ടും ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. ബോക്സിലാക്കി വെക്കുമ്പോൾ ചിലപ്പോൾ ഫ്രിഡ്ജിൽ അധികം സ്ഥലം ഉണ്ടാവില്ല. അപ്പോൾ കുറച്ചധികം മീനും എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമ്പോൾ ബോക്സ് വെക്കുമ്പോൾ ഉള്ള ബുദ്ധിമുട്ട് കാരണമാണ് ഇങ്ങനെ കവറിലാക്കി വെക്കുന്നത്. അങ്ങനെ ഫ്രിഡ്ജിലോട്ട് വെക്കാനുള്ളതൊക്കെ പാക്ക് ചെയ്ത് മാറ്റിയിട്ട് ഞാൻ ഇന്നത്തെ മീനൊക്കെ ഇന്ന് കറി വെക്കാനുള്ള എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. കുറച്ച് കണവ തോരനും അതുപോലെ മീൻ കറി വെക്കാനും 2-3 ഫ്രൈ ചെയ്യാനും എടുത്ത് വെച്ച്, എന്നിട്ട് ബാക്കിയെല്ലാം ഇതുപോലെ കട്ടിയുള്ള കവറിൽ പാക്ക് ചെയ്ത് ഫ്രിഡ്ജിലോട്ട് വെക്കുകയാണ്. എനിക്ക് ബോക്സിൽ വെക്കുമ്പോൾ അത് എടുക്കാൻ ചില സമയത്ത് ബുദ്ധിമുട്ടാണ്. ഈ ഒരു നല്ല കട്ടിയുള്ള കവറാകുമ്പോൾ നമുക്ക് എടുക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് എടുക്കാൻ പറ്റും. അത് തമ്മിൽ സെപ്പറേറ്റ് ചെയ്യാനുള്ള ഒരു ഈസിനെസ് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ വെക്കുന്നതാണ് എനിക്കിഷ്ടം. ഇഷ്ടമല്ല നമ്മൾ എപ്പോഴും നമ്മൾ ആ ഒരു എളുപ്പത്തിന് വേണ്ടിയാണല്ലോ നമ്മളിങ്ങനെയൊക്കെ ചെയ്ത് വെക്കുന്നത്. ഒരാഴ്ചത്തേക്ക് മീൻ വാങ്ങിക്കൊണ്ട് വെക്കുന്നതും അതെല്ലാം അറേഞ്ച് ചെയ്ത് വെക്കുന്നതും എല്ലാം നമുക്ക് ജോലികൾ എളുപ്പത്തിലാക്കുന്നതിന് വേണ്ടിയാണല്ലോ.
അപ്പോൾ ഈ ഒരു രീതിക്ക് ആകുമ്പോൾ എനിക്കത് ഒരുപാട് ഈസി ആയിട്ട് തോന്നി. പിന്നെ ഞാൻ വന്നിട്ട് കണവ തോരൻ വെക്കാൻ കേട്ടോ. അതിലോട്ട് കുറച്ച് ഇഞ്ചി ചെറുതായിട്ട് കൊത്തി അരിഞ്ഞത് ഇട്ട് കൊടുത്ത് ഇച്ചിരി ഉപ്പും കൂടെ ഇട്ടിട്ട് ഒന്ന് വേവിക്കാൻ വെക്കുകയാണ്. അപ്പോഴത്തേക്ക് തന്നെ മീൻ കറിക്കുള്ളത് അരച്ച് അടുത്ത അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കണവ തോരൻ വെക്കുമ്പോൾ ഇത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഞാൻ മുന്നെയൊക്കെ വീഡിയോ റെസിപ്പി ഒക്കെ ഇട്ടിട്ടുണ്ട്. അത് കാണാത്തവർ ഇതിലൊന്ന് കണ്ടോക്കും. ഞാൻ പെട്ടെന്നൊന്ന് ഈ കൂട്ടത്തിലൊന്ന് പറഞ്ഞു കൂടെ തരാം. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. മക്കൾക്ക് ഇഷ്ടമായും ചെയ്യും. അധികം ഇതിലൊരു മസാലയൊന്നും നമ്മൾ ചേർക്കുന്നില്ല. കുറച്ച് പെരിഞ്ചീരകമൊക്കെ ചേർത്തിട്ടാണ് വെക്കുന്നത്. കുറച്ച് തേങ്ങ എടുത്തിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ അത് ഇത്രയ്ക്ക് ഒരു പെരിഞ്ചീരകം കൂടി ഇട്ട് കൊടുത്ത് ഒരു രണ്ടല്ലി, ചെറിയ രണ്ടല്ലി വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതി. ഒരുപാട് അങ്ങ് അരക്കിയൊന്നും വേണ്ട കേട്ടോ. കറിവേപ്പില ഉണ്ടെങ്കിൽ അതും കൂടെ ഇട്ട് കൊടുത്തോളൂ. എന്നിട്ട് ആ കണവ അവിടെ ഇരുന്നൊന്ന് വെന്ത് വരുമ്പോൾ കുറച്ചൊന്ന് വെന്ത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അതിലോട്ട് ഒരു 2 സവാള കുറച്ച് അധികം ഒന്നും ആയിക്കോട്ടെ, ഒരുപാട് അങ്ങ് ചെറുതാക്കാതെ ഇച്ചിരി വലുപ്പത്തിൻ്റെ തന്നെ അങ്ങ് ഇട്ട് കൊടുത്താൽ കുറച്ചും കൂടെ നല്ലൊരു ടേസ്റ്റ് ആയി കിട്ടും. അങ്ങനെ കണവ അതിലോട്ട് നമ്മൾ സവാളയും കൂടി ഇട്ട് കൊടുത്തൊന്ന് മിക്സ് ചെയ്ത് വീണ്ടും ഒന്ന് വേവിക്കണം. ഞാൻ അതിലൊട്ടും വെള്ളം ഒഴിച്ചതല്ല കേട്ടോ, അതിൽ നിന്നുള്ള വെള്ളം തന്നെ വന്നതാണ്. അങ്ങനെ അതൊന്ന് റെഡിയായി വരാനേ കുറച്ചും കൂടി സവാളയും കൂടി ഇട്ട് ഒന്ന് വെന്ത് കഴിയുമ്പോൾ നമുക്കിനി അരച്ച് വെച്ചിട്ടുള്ള അരപ്പൊന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അരപ്പൊന്ന് ചേർത്ത് കൊടുത്ത് നമ്മളൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി. പിന്നെ അരപ്പിൻ്റെ ആ ഒരു പച്ചമണം മാറി കിട്ടുമ്പോൾ അതിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് കടുക് പൊടിച്ച് അതിലോട്ട് കറിവേപ്പിലയൊക്കെ ഇട്ടൊന്ന് താളിച്ചിട്ട് കൊടുത്താൽ അതൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അതെങ്ങനെ ഞാൻ അങ്ങനെ ചെയ്ത് എന്തായാലും നമ്മൾ താളിച്ചിടും. നമ്മൾ സാധാരണ എന്ത് ഐറ്റംസ് ആയാലും ഇതുപോലെ താളിച്ചിടാറുണ്ടല്ലോ. കുറച്ച് എണ്ണയുടെ ടേസ്റ്റും കൂടെ വരുമ്പോൾ അതൊരു പ്രത്യേകത തന്നെയാണ്. അങ്ങനെ കണവ തോരനൊക്കെ റെഡി ആയിട്ടുണ്ട്. മീൻ കറി ഓൾറെഡി നേരത്തെ റെഡിയായി കഴിഞ്ഞു. അങ്ങനെ പിന്നെ കറികളൊക്കെ ഒന്ന് മാറ്റി റെഡിയാക്കി വെച്ച ശേഷം കിച്ചണിലെ പരിപാടികളൊക്കെ കഴിഞ്ഞപ്പോൾ വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് ഫ്രിഡ്ജിലോട്ട് വെക്കാമെന്ന് കരുതി. അപ്പോൾ എന്തായാലും വെജിറ്റബിൾസ് ഒന്നും തൊട്ടിട്ടുണ്ടായിരുന്നില്ല. ഇതിന് ബാക്കിയുള്ള ദിവസങ്ങളിൽ എടുക്കാമല്ലോ. എല്ലാം കൂടി നമ്മൾ എടുത്തു കഴിഞ്ഞാൽ എന്തായാലും 2-3 മെമ്പേഴ്സേ ഉള്ളൂ. ഇതെന്തായാലും വേസ്റ്റ് ആക്കേണ്ടതെന്ന് കരുതി ഞാൻ ആവശ്യത്തിന് മാത്രമേ വേവിക്കാറുള്ളേ. അപ്പോൾ ഇന്ന് മൊത്തത്തിൽ മീനിൻ്റെ ഒരു ബഹളമാണ് കേട്ടോ. മീൻ ഐറ്റംസ് മാത്രമേ വെച്ചിട്ടുള്ളൂ. അങ്ങനെ കിച്ചണിലെ പണികളെല്ലാം കഴിഞ്ഞ് വെജിറ്റബിൾസൊക്കെ ഒന്ന് അറേഞ്ച് വെച്ച് പിന്നെ ഇനി ഫുഡ് കഴിക്കാനുള്ള സമയമായിട്ടുണ്ട്. അങ്ങനെ കണവ തോരനൊക്കെ വെന്ത് അതിൻ്റെ മണം ഒന്ന് അടിച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ മോള് വന്നിട്ടുണ്ട്. അവളിതേ ചോറിന് കൂട്ടാൻ കണവ തോരനാണോ കണവ തോരന് കൂട്ടാൻ ചോറാണോ എന്നറിയില്ല, ആ ഒരു രീതിയിൽ തോരനും എടുത്ത് വെച്ചു. ഒരു ഇച്ചിരി ചോറും ഒരു മീൻ ഫ്രൈയും അതുപോലെ മീൻ കറിയുടെ ആ ഒരു കറി മാത്രം, കഷ്ണം വേണ്ട, മീൻ കറി മാത്രമേ കൂട്ടൂ. അങ്ങനെ അവളിതേ ഫുഡ് കഴിക്കാൻ റെഡി.